എല്ലാവർക്കും സുൽഫത്ത് ഗ്രീൻഡറിയിലേക്ക് സ്വാഗതം. ഞാനിപ്പോ നിൽക്കുന്നത് എന്റെ മട്ടോ മരത്തിന്റെ അടുത്താണ്. അപ്പൊ 4 വർഷം മുമ്പാണ് മട്ടോ മരം നട്ടത്. 4 വർഷം കഴിഞ്ഞപ്പോ തന്നെ അതിൽ കായുണ്ടായി. ഇപ്പൊ അത് വിളവെടുക്കാനായിട്ടുണ്ട്. അപ്പൊ മട്ടോവ എന്ന് പറഞ്ഞ ഫ്രൂട്ട് എന്ന് പറഞ്ഞാല് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളൊക്കെ ഉള്ള ഫ്രൂട്ടാണ്. ഹൃദയത്തിന്റെ ആരോഗ്യത്തിനൊക്കെ നല്ലതാണ്, സ്കിന്നിന് നല്ലതാണ്, ബ്ലഡ് പ്രഷറിനെയൊക്കെ നിയന്ത്രിച്ച് നിർത്താനായിട്ട് നല്ലതാണ്. പിന്നെ യാതൊരു പരിചരണവും വേണ്ടാത്ത ഒരു മരം കൂടിയാണ് മട്ടോവ. അപ്പൊ മട്ടോവ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കണ്ട വലിയ മരമായിട്ട് പോണ ഒരു മരമാണ്. നമുക്ക് ഭാഗ്യത്തിന് അതിന്റെ ബ്രാഞ്ചസ് ഇങ്ങനെ താഴേക്ക് വന്നപ്പോഴാണ് നമുക്ക് താഴെ തന്നെ മട്ടോയുടെ ഫ്രൂട്ട് ഉണ്ടായി കിട്ടിയത്. അപ്പൊ കണ്ട ഫ്രൂട്ടിന് കുറെ നാളൊന്നും വേണ്ടിട്ട് ഇത് പഴുക്കാനായിട്ട് 1 മാസം കൊണ്ട് തന്നെ ഇത് വിളവെടുക്കാൻ പറ്റിയ ഫ്രൂട്ടാണ്. കണ്ട പർപ്പിൾ കളറിലുള്ള ഫ്രൂട്ടാണ് കേട്ടാ. അപ്പൊ ഇന്നലെ ഞാനൊരു ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് തന്നെയാണ് മട്ടോവ. ഞാൻ ആദ്യമായിട്ട് കഴിച്ചതാണ് മട്ടോയുടെ ഫ്രൂട്ട്. അപ്പൊ കണ്ട ഇത് നമ്മ പറിച്ചില്ലെങ്കിൽ അപ്പൊ തന്നെ കിളികളൊക്കെ കഴിക്കോട്ടാ. നമ്മുടെ ആ മുകളിലൊക്കെ നിറച്ചുണ്ടായിരുന്നു. അപ്പൊ ഇതേപോലെയാണ് മട്ടോയുടെ ഫ്രൂട്ട് കായ്ക്കണത്. കണ്ട ഇങ്ങനെ കൊലകളായിട്ടാണ് കായ്ക്കണത്. കായ്ക്കുമ്പോ ആദ്യം തന്നെ പച്ച കളറിലാണ് ഫ്രൂട്ട് ഉണ്ടാകണത്. പഴുക്കുമ്പോഴാണ് ഈ പർപ്പിൾ കളർ വന്നത്. പിന്നെ തോടിനൊന്നും അധികം കട്ടിയൊന്നുമില്ല. നമ്മിങ്ങനെ അമുക്കുമ്പത്തിന് ഇങ്ങനെ പൊട്ടി പോരണ തോടാണ്. വളരെ എളുപ്പത്തിൽ തന്നെ കണ്ട കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് ഈ ഫ്രൂട്ട്. അപ്പൊ ഇതിന്റെ തടി എന്ന് പറഞ്ഞാല് നമുക്ക് ഫർണിച്ചർ ഉണ്ടാക്കാൻ നമുക്ക് ഉപയോഗിക്കണായിട്ട് ഈ മട്ടോയുടെ തടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. പിന്നെ ഇലകളൊക്കെ ഇരിക്കണ കണ്ട ഇതേപോലെയാണ് ഇതിന്റെ ഇലകൾ. നീളത്തിലുള്ള ഇലകളാണ്. നല്ലൊരു തണൽ വൃക്ഷമായിട്ടൊക്കെ വളർത്താൻ പറ്റിയ ഒരു മരമാണിട്ടാ മട്ടോവ. കണ്ട മട്ടോവയുടെ തടിയാണ് ഈ കാണുന്നത്. നല്ല ഹൈറ്റിൽ വളരും മട്ടോവ മരം. കണ്ട നല്ല ഹൈറ്റിൽ പോയേക്കണേണ്. അപ്പൊ നമുക്ക് വീടിന്റെ മുറ്റത്തൊക്കെ ഒരു തണൽ വൃക്ഷമായിട്ട് നട്ടു വളർത്താനും നല്ലതാണ്. പിന്നെ നമുക്ക് അധികം പൊക്കത്തിൽ പോയാൽ ഫ്രൂട്ട് പറിച്ചെടുക്കാനും കുറച്ച് പ്രയാസമാണ്. അല്ലാണ്ട് നമുക്ക് ഇതേപോലെ താഴേക്കൊക്കെ വന്ന കമ്പുമ്മലൊക്കെ കണ്ട നമുക്ക് ഇതേപോലെ ഫ്രൂട്ട് ഉണ്ടായി കിടക്കും. ഈ തടിമേൽ വരെയും കണ്ട ഫ്രൂട്ട് ഉണ്ടാവും. നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലം തന്നെയാണ് മട്ടോക്ക് നല്ലത്. ഇതിപ്പോ കുറച്ച് സൂര്യപ്രകാശം കുറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മുടെ മട്ടോ മരം പോയത്. ഈ എല്ലാ ഞാൻ ഫ്രൂട്ട് പ്ലാന്റ് ഒക്കെ നട്ടേക്കണതിന്റെ ഇടയിൽ കൂടെ പോയിട്ട് എന്നിട്ട് വരെയും ഇത്രയൊക്കെ കായ്ച്ചിട്ടുണ്ട്. അപ്പൊ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് നടുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ മട്ടോവ നമുക്ക് കായ്ച്ചിട്ടും. ഒട്ടും തന്നെ പരിചരണങ്ങളൊന്നും വേണ്ട. നമുക്ക് വല്ല ഈ വളങ്ങളും അധികം വേണ്ട. പറമ്പിലെ വളങ്ങളൊക്കെ വലിച്ചെടുത്ത് വളരണ ഒരു മരം കൂടിയാണ് മട്ടോവ. അപ്പൊ സ്ഥലമുള്ളവർക്കൊക്കെ നടാൻ പറ്റിയ ഒരു മരം തന്നെയാണ് മട്ടോവ. ഇതേപോലെ നമുക്ക് ഡ്രമ്മിലും ഒന്നും വെക്കാൻ പറ്റിയ മരമല്ല കേട്ടോ. സ്ഥലമുള്ളവർക്ക് പറമ്പിൽ വെക്കാൻ പറ്റിയ നല്ലൊരു മരമാണ് മട്ടോവ. കണ്ട നല്ല ബലമാണ് ഇതിന്റെ തണ്ടിനൊക്കെ നല്ല ബലമാണ്. കണ്ട ഇതിന്റെ ബ്രാഞ്ചസ് ഇങ്ങനെ നമുക്ക് വെട്ടി നിർത്തണമെങ്കിൽ ബ്രാഞ്ചസ് ഇങ്ങനെ അടിയിലേക്ക് പോയിട്ട് അപ്പോഴും കുറെ സ്ഥലം വേണം. കാരണം ഈ ബ്രാഞ്ചസ് പോകാനായിട്ടുള്ള സ്ഥലം വേണമല്ല. സ്ഥലമുള്ളവർക്ക് നല്ല വണ്ണം വളർത്താൻ പറ്റിയാണ്. ഫ്രൂട്ടും നമുക്ക് അത്യാവശ്യം കണ്ട നല്ലോണം ഫ്രൂട്ട് ഉണ്ടാകണതും കൂടിയാണ്. അപ്പൊ നമുക്ക് മട്ടോവ ഒന്ന് വിളവെടുക്കേണ്ട. ഈ കമ്പുമ്മലൊക്കെയാണ് മട്ടോവയുടെ ഫ്രൂട്ട് പഴുത്തെടുക്കണത്. അപ്പൊ നമുക്ക് ഇത് ഇതേപോലെ ചായച്ചിട്ട് നമുക്ക് ഫ്രൂട്ട് വിളവെടുക്കേണ്ട. പെട്ടെന്ന് തന്നെ നമ്മ തൊടുമ്പത്തിനൊക്കെ പോരും. അപ്പൊ നമുക്ക് ഈ നല്ല കളറിലൊക്കെ ഇടുമ്പത്തിനും എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കിളികളൊക്കെ കൊണ്ടുപോയിട്ടുണ്ടാവും. പിന്നെ തോടിന് കട്ടി കുറവാണല്ലോ. അപ്പൊ കണ്ട ഇതേപോലെ നല്ല കളർ തന്നെയാണ്. കണ്ട ഇതെല്ലാരും വിളവെടുക്കാനായേക്കണേണ്. അപ്പൊ ഈ ഒരുവിധം മൂപ്പെത്തുമ്പോ തന്നെ പൊട്ടിക്കണം. കണ്ട മൂപ്പെത്തുമ്പോ ഇതേപോലെ പൊട്ടണണ്ടില്ലേ. അപ്പൊ നമുക്ക് ഇതൊക്കെ ഇതൊക്കെ നമുക്ക് ഏകദേശം വിളവെടുക്കാനായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതൊക്കെ പറിച്ചേക്കാം. കണ്ട ഇതൊക്കെ പൊട്ടി വന്നാണ്ട നമുക്ക് മൂപ്പെത്തണ കായകള് നമുക്ക് താഴെ ഇങ്ങനെ ഉണ്ടെങ്കിൽ പൊട്ടിക്കാനൊക്കെ എളുപ്പമുണ്ട്. ഇതേപോലെ പൊട്ടിച്ചിടാം. മൂപ്പനുസരിച്ചൊക്കെ നമുക്ക് പൊട്ടിച്ചെടുക്കാം. ഇതൊക്കെ ഇനി ഒരു 2 ദിവസം കൂടെ കഴിഞ്ഞാലാകുള്ളൂ. ഇതൊക്കെ കണ്ട കളറ് മാറി വന്നിട്ടുണ്ട്. 2 ദിവസം കൊണ്ടാകും. നിറച്ച് പുളിയോറുമ്പാണ്. പുളിയോറുമ്പ് ഉള്ളാരെ പിന്നെ മറ്റുള്ള കീടങ്ങളൊക്കെ കുറവായിരിക്കുള്ളൂ. കണ്ട അപ്പൊ നമുക്ക് ഇതും കൂടെ പറിച്ചിടണ്ട. ഇതും നമുക്ക് വിളവെടുക്കാനായിട്ടുണ്ട്. കണ്ട അപ്പൊ നമുക്ക് മട്ടോവട ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ട്. ഇന്നലെ ഞാൻ കഴിച്ചതാന്ന് പറഞ്ഞല്ല. അപ്പൊ കഴിച്ചപ്പ നല്ല ലോങ്ങന്റെയും റംബുട്ടാന്റെ ഒക്കെ ടേസ്റ്റ് തന്നെയാണ് മട്ടോക്ക്. ഇങ്ങനെ തോട് കണ്ട തോട് പൊട്ടിച്ചെടുത്താല് ഇതിൻ്റെ ഉള്ളിലൊരു കുരുവൊക്കെ ഉണ്ട്. അപ്പൊ ആ കുരു നമുക്ക് പാകി മുളപ്പിക്കുകയും ചെയ്യാം. നമുക്ക് കുരു പാകി മുളപ്പിച്ച തൈ മതിയായിട്ട് നമുക്ക് മട്ടോവ നടാനായിട്ട്.
അപ്പം വേണ്ട ഇങ്ങനെ കാണിക്കുമ്പോഴത്തേനും കത്തിയൊന്നും വേണ്ട, ഇങ്ങനെ കാണിക്കുമ്പോഴത്തേനും ഈ തോട് പൊട്ടിപ്പോരും കണ്ട. എൻ്റെ തോടിൻ്റെ ഉള്ളിൽ ഇതേപോലെ ഫ്ലഷ് കണ്ട, ഇതേപോലെയാണ് ഇരിക്കണത്. ഇത് നമുക്ക് കൈകൊണ്ട് തന്നെ ഇതാക്കാനുള്ളൂ ഈ ഫ്ലഷൊക്കെ കണ്ട. ഇതേപോലെയാണ് വട്ടോവ ഇരിക്കണത് കണ്ട. ഈ ഒരു കുരു ഉണ്ട് കണ്ട വലുത്. ഈ ഫ്ലഷ് നമുക്ക് കഴിക്കുകയും ചെയ്യാം, ഈ കുരു നമുക്ക് കുഴിച്ചിടുകയും ചെയ്യാം. അപ്പൊ നമുക്ക് നോമ്പാരപ്പോ കഴിച്ചു വെക്കാനൊന്നും പറ്റൊന്നുമില്ല. ഇതേപോലെയാണ് ഫ്ലഷ് ഇരിക്കണത്. നല്ല മധുരമാണ് കേട്ടാ, ഫ്രൂട്ടിന് എന്തായാലും നല്ല മധുരമാണ്. ഇന്നലെ ഞാൻ ഇതിൽ നിന്ന് വിളവെടുത്തപ്പോ കഴിച്ചതാണ്. അത് ഞാൻ ആദ്യമായിട്ട് കഴിക്കണേന്ന് പറഞ്ഞല്ല, ഇതുവരെ എവിടെ ഒന്നും കഴിച്ചിട്ടില്ല. മട്ടോടെ ഫ്രൂട്ടൊന്നും നമുക്ക് കടകളിൽ നിന്ന് പെട്ടെന്ന് മേടിക്കാനൊന്നും കിട്ടൂല. ഇത് നമ്മ വീട്ടിൽ നട്ടുപിടിപ്പിച്ചാൽ മാത്രമേ നമുക്ക് മട്ടോവയൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. മറ്റുള്ള ഫ്രൂട്ടും അല്ല കടകളിൽ നിന്ന് കിട്ടാൻ പ്രയാസമാണ്. അപ്പൊ മട്ടോടെ തൈകളൊക്കെ നഴ്സറികളിൽ നിന്ന് പലതരത്തിലുള്ള മട്ടോവയുടെ തൈകളൊക്കെ മേടിക്കാൻ കിട്ടും. സ്ഥലമുള്ളവര് ഒരു മട്ടോവയുടെ മരവും കൂടെ മേടിച്ച് നട്ടോ നമുക്ക് പറമ്പിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ വെച്ചാൽ മതി. ഇനിയിപ്പോ തണലൊക്കെ വേണ്ടവർക്ക് മുറ്റത്ത് തന്നെ വെക്കാം. നല്ലൊരു തണൽ വൃക്ഷമാണ് കണ്ട, ഇലകളൊക്കെ ഇതേപോലെയാണ് ഇരിക്കണത്. നല്ലൊരു തണലായിരിക്കുള്ളൂ മുറ്റത്ത് നട്ടുപിടിപ്പിച്ചാല്. അപ്പൊ എല്ലാരും ഒരു പരിചരണവും വേണ്ട, നമുക്ക് വലിയൊരു പരിചരണവും വേണ്ട. 4 വർഷം എത്തണേക്ക് മുമ്പേ കായ്ക്കുകയും ചെയ്യും. ഇഷ്ടം പോലെ ആ കായ്ക്കുന്ന സമയത്ത് ഇഷ്ടം പോലെ ഫ്രൂട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പൊ എല്ലാവരും മട്ടോടെ മരമൊക്കെ നടണം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.